ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് വളരെ പരിചിതമായ ഒരു ബൈബിൾ ഭാഗമാണ് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ലാസറിന്റെ ഭവനത്തിൽ ഈശോ എത്തുന്നതും തങ്ങളുടെ സഹോദരന്റെ വേർപാടിൽ വേദനിച്ചു കഴിയുന്ന മറിയത്തെയും മർത്തായെയും കണ്ടുമുട്ടുന്നതുമായ വിശുദ്ധ ഗ്രന്ഥഭാഗമാണിത്. വളരെ ലളിതമായി ലൂക്കാസ് സുവിശേഷകൻ ഇത് വിവരിച്ചു തരുന്നുണ്ട്. ഈശോയുടെ സ്നേഹിതനാണ് മൃതിയടഞ്ഞ ലാസർ. മരണം നടന്ന ആ വീട്ടിലേക്ക് ഈശോ നടന്നു കയറുന്നതിന് മുൻപ് തന്നെ മർത്ത ഓടിയെത്തുകയാണ്. ഈശോയെ ആദ്യം ഭവനത്തിൽ സ്വീകരിക്കുന്നതും തൻ്റെ സങ്കടങ്ങൾ ഉണർത്തിക്കുന്നതും മർത്തായാണ്. തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വേദനയും പരിഭവവും സങ്കടവുമൊക്കെ അവൾ പങ്കുവെക്കുന്നു. ഈശോയെ ശുശ്രൂഷിക്കാനുള്ള മർത്തായുടെ വ്യഗ്രത സുവിശേഷ ഭാഗത്ത് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. മർത്തായിൽ നിന്നും വളരെ വ്യത്യസ്തയായി കാണപ്പെടുകയാണ് മറിയം. കർത്താവിനെ ശ്രമിച്ചുകൊണ്ട് അവിടുത്തെ പാദത്തിങ്കിൽ ഇരിക്കുന്ന മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നാണ് അവളെക്കുറിച്ച് ഈശോ പറഞ്ഞത്. മർത്തായുടെയും മറിയത്തിന്റെയും ഭാവങ്ങൾ നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്. അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ രണ്ട് ഭാവങ്ങളും നമ്മിൽ സജീവമാകും. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ദൈവമെല്ലാം അറിയുന്നു എന്നതാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ജനനവും ജീവിതവും മരണവും അവിടുന്ന് അറിയുന്നു. സങ്കീർത്തനം 139:16 പറയുന്നു, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഇത് നമ്മൾ വിശ്വസിക്കണം. കർത്താവ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന വിശ്വാസം കർത്താവിൽ ആശ്രയിക്കാൻ നമ്മെ പ്രാപ്തരാക്കും. ബഥാനിയയിലെ മറിയത്തിന് ആ ബോധ്യം ഉണ്ടായിരുന്നു. യാതൊരു ആകുലതയും കൂടാതെ അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു. തന്റെ സഹോദരൻ അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന വിശ്വാസം മറിയത്തിനുണ്ടായിരുന്നു. അകാലത്തിൽ അപ്രതീക്ഷിതമായി നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മൺമറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ ഒരു പക്ഷേ നമ്മെ സങ്കടപ്പെടുത്തുന്നുണ്ടാകും. ഈ ഭൂമിയിലെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ലെന്നും ഈശോയുടെ ഉയർപ്പിൽ നമുക്കും പങ്കുചേരാനാവുമെന്നുള്ള പ്രത്യാശയാണ് അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് കരുത്തേകുന്നതെന്ന് നാം മറക്കരുത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ ഈശോയുടെ ഉയർപ്പാണ്. വിശ്വാസ പ്രമാണത്തിൽ നാം ഇത് ഏറ്റുപറയുന്നുമുണ്ട്. കർത്താവിന്റെ പാദത്തിങ്കിൽ ഇരുന്ന് വചനമായി ഈശോയെ ശ്രവിച്ച മറിയത്തെ പോലെ വചനത്തോട്, വിശുദ്ധ ബൈബിളിനോട് നാം ബന്ധപ്പെട്ട് നിൽക്കണം. വചനം ഈശോ തന്നെ ആയതിനാൽ വചന വായനയിലൂടെയുള്ള ദൈവസ്വരം ശ്രവിക്കാൻ നമുക്ക് കഴിയണം. ഇതിന് നിരന്തരമായ വചന വായന ആവശ്യമാണ്. എപ്പോഴും ദൈവസാമീപ്യത്തിലായിരിക്കാൻ ഇത് നമ്മെ സഹായിക്കും. കുടുംബ പ്രാർത്ഥനയുടെ അവസരത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ബൈബിൾ വായിക്കുന്നത് ഒരു ശീലമാക്കണം. ജീവിതത്തിലെ അനുകൂലവും പ്രതികൂലവുമായ എല്ലാ സാഹചര്യങ്ങളിലും വചനം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെയും ഇത് പരിശീലിപ്പിക്കണം. നമ്മുടെ മനസ്സിൽ ഉയരുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അങ്ങനെയാകുമ്പോൾ വചനം ജീവിതബന്ധിയായി തീരും. നമ്മുടെ കുടുംബത്തിലെ അമ്മമാരെ പോലെയാണ് മർത്ത. വീട്ടിലേക്ക് കടന്നു വരുന്നവരെ എങ്ങനെയൊക്കെ സൽക്കരിക്കണമെന്ന് ആകുലതയില്ലാത്ത ഏതമ്മയാണുള്ളത്? മറിയം ചെയ്തതാണോ ശരി, മത്ത ചെയ്തതാണോ ശരി എന്നൊരു സംശയം നമ്മിൽ ഉടലെടുക്കാം. നമ്മുടെ ചുറ്റുപാടും നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. എല്ലാ പൂക്കളും ഒരുപോലെയല്ല. ഇലകൾക്ക് സാമ്യമില്ല. എന്തിന്, ഇരട്ട കുട്ടികൾക്ക് പോലും എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഭൂമിയെ മനോഹരമാക്കുന്നത് ഈ വൈവിധ്യമാണ്. അതുപോലെ തന്നെയാണ് ശുശ്രൂഷകളിലെ വൈവിധ്യവും. സഭയെ വ്യതിരിക്തമാക്കുന്നത് ഈ വൈവിധ്യങ്ങളാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചെയ്തു തീർക്കാൻ ഓരോരുത്തർക്കും പ്രത്യേക ദൗത്യങ്ങളുണ്ട്. കാരണം എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. താരതമ്യം ചെയ്യൽ ഒന്നിനും പരിഹാരമല്ല. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടും അർപ്പണ മനോഭാവത്തോടും കൂടെ ചെയ്യുമ്പോൾ ആ പ്രവൃത്തി തന്നെ പ്രാർത്ഥനയാവും. വചനത്തോടടുത്തിരിക്കുമ്പോൾ മറിയത്തെ പോലെയും കറയില്ലാത്ത ഉത്തരവാദിത്വ നിർവഹണം മർത്തായെ പോലെയും ജീവിക്കാൻ നമ്മെ സഹായിക്കും. മറക്കരുത്, മർത്തായും മറിയവും നമ്മിൽ സമന്വയിക്കണം.